ശ്രീ റെജി ലൂക്കോസ്, ഈ ചേരി തിരിഞ്ഞുകൊണ്ട് ഉള്ള തർക്കങ്ങളായിരുന്നു അമ്മയുടെ സംഘടനയ്ക്കുള്ളിൽ നടന്നത്. അവരുടെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ ആ അർത്ഥത്തിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. നോക്കൂ, ജഗദീഷിന് വേണ്ടി ഒരു പക്ഷം ഒരു സ്ത്രീയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുള്ള പക്ഷങ്ങൾ അവിടെ ഉയരുന്നു. നിലവിലുള്ള ഭരണസമിതിക്കെതിരായി അത്തരത്തിൽ വലിയ വിമർശനം ഉള്ളിലുണ്ടാവുകയാണ്. ഇങ്ങനെ ഒടുവിൽ ഇവർക്ക് രാജിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. അങ്ങനെയാണ് അമ്മയ്ക്കുള്ളിൽ നിന്നുള്ള വിവരങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ പറയാനാകുന്ന റെജി ലൂക്കോസ്. തീർച്ചയായും ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന രൂപം കൊടുത്ത ഹേമ കമ്മിറ്റി ഈ സിനിമയിലെ സമസ്ത മേഖലകളിലെ പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു കമ്മിറ്റിയായിരുന്നു. ആ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ ശുദ്ധീകരണത്തിന്റെ അല്ലെങ്കിൽ ഒരു റീഫോമിന്റെ വക്കിലേക്ക് എത്തക്ക രീതിയിൽ ആ പുതിയ കമ്മിറ്റി, ഇപ്പോഴത്തെ നിലവിലുള്ള അധികാര കമ്മിറ്റി അവർ വെച്ചൊഴിച്ചിരിക്കുന്നു, രാജിവെച്ചിരിക്കുന്നു. ഇത് മലയാള സിനിമയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അപമതിപ്പുണ്ടാക്കിയ ഒരുപാട് നാറ്റക്കഥകളുടെയും ചരിത്രങ്ങളുടെയും ചിത്രങ്ങളുടെയും ഒരു പര്യവസാനമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും പുതിയ മുഖങ്ങൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പുതിയ മുഖങ്ങൾ, നേതൃത്വശേഷിയുള്ളവര്, വ്യക്തമായ വ്യക്തിത്വം പാലിച്ചുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടീനടന്മാർ ഇതിന്റെ നിരയിലേക്ക് വരട്ടെ. അതിനായിട്ടുള്ള വലിയ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഇപ്പോൾ അതിന്റെ നിരയിലുള്ളവർ രണ്ട് ശരിയായിട്ട് തിരിഞ്ഞെന്നുള്ള അജിംഷാദിന്റെ സൂചന 100% സത്യമാണ്. കാരണം ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പലരും പല അഭിപ്രായങ്ങളുമായിട്ട് ധൈര്യമായിട്ട് പുറത്തു വന്നിട്ടും ഈ അമ്മ ഒരു പ്രതികരണത്തിനായിട്ട് 5 ദിവസം കാത്തു നിന്നു. 5 ദിവസം. മുഖ്യമായും അവരുടെ സംഘടനയിൽ ഉൾപ്പെടുന്നവരെ കുറിച്ചായിരുന്നു ആരോപണങ്ങൾ മുഴുവനും. വ്യക്തമായ രീതിയിൽ, ചടുലമായ രീതിയിലും ധൈര്യപൂർവ്വം നമ്മുടെ നടികൾ കൂടുതലും രംഗത്ത് കൊണ്ടുവന്നിട്ടും വായനക്കാതെ 5 വർഷം ഈ സിദ്ദിഖ് എന്ന് പറയുന്ന അവരുടെ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ലക്ഷം പോലും ഉണ്ടാകാതെ 5 ദിവസം അവർ പ്രതികരിക്കാതിരുന്നത് ആ സംഘടനയിലെ പ്രവർത്തകരോട് കാണിച്ച കടുത്ത അനീതിയായിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഉർവശി അതുപോലെ ജഗദീഷിനെ പോലുള്ളവർ, ജയൻ ചേർത്തനെ പോലുള്ളവരൊക്കെ മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഏകാധിപത്യത്തിന്റെ ഒരു മനോഭാവം പുലർത്തിയിരുന്ന ആ സംഘടന അതിൽ നിന്ന് മാറി ജനാധിപത്യപരമായ രീതിയിൽ ആ താരങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും സുതാര്യമായ രീതിയിൽ ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങൾക്ക് മറുപടി വർത്തക രീതിയിലുള്ള വലിയൊരു കലാരൂപത്തിന്റെ അല്ലെങ്കിൽ ആ കലാപ്രവർത്തകരുടെ സംഘടനയായ AMMA എന്ന് പറയുന്ന സംഘടന പുതിയ ഭാവത്തിലും രൂപത്തിലും മുന്നോട്ട് വരട്ടെ. അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നു. ഇനി ഇവർക്ക് പഴയതുപോലെ ഉത്തരവാദിത്തം ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അവിടെ അംഗത്വം നേടാനായിട്ട് സമീപിക്കുന്ന സ്ത്രീകളോട് ഒരുമാതിരി IS തീവ്രവാദികളുടെ മനോഭാവത്തിൽ അവരാണ് ആദ്യമായിട്ട് സ്ത്രീകളെ സിറിയയിൽ അജിംഷാദ് അറിയാമല്ലോ, അവർക്ക് അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്ന കഥകളൊക്കെ നമുക്ക് നേരത്തെ അറിയാം. കച്ചവടം ചെയ്യുന്ന കഥകളൊക്കെ അറിയാം. ഏതാണ്ട് തീവ്രവാദ സംഘടന അല്ലെങ്കിൽ അതിനോട് സാദൃശ്യപ്പെടുത്തുന്ന രീതിയിൽ തങ്ങൾക്ക് വഴങ്ങിയെങ്കിൽ മാത്രമേ അംഗത്വം നൽകുള്ളൂ. അങ്ങനെ വഴങ്ങാത്തവർക്ക് അവർ അംഗത്വം കൊടുക്കാതെ അവരെ പറഞ്ഞു വിട്ട കഥകളൊക്കെ കേട്ടപ്പോൾ കേരളീയ പൊതുസഭ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്ന ആ കേരളത്തിലെ സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപ സിനിമ തന്നെയാണ്. മൂക്കത്ത് വിരൽ വെച്ച് അത് മാറട്ടെ. അതിൽ ഒരു ചെറിയ ശതമാനത്തിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ ഈ പഴികൾ മുഴുവനും പുറത്തു വന്നിട്ടുള്ളൂ, ആരോപണങ്ങൾ വന്നിട്ടുള്ളൂ. ബാക്കി ഇപ്പുറത്തോളം വലിയൊരു സിനിമാ പ്രവർത്തകർ വളരെ സംശയത്തോടുകൂടി തന്നെ ആ സംഘടനയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ കലാപ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരെ പോലും സംശയത്തിന്റെ നിഴലിലാക്കി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ട്രോളുകളും വാർത്തകളും കേട്ടാൽ മുഖം തിരിക്കാൻ പോലും തോന്നുന്നു. അത്രയ്ക്ക് അറപ്പുളവാക്കുന്ന കാഴ്ചകളാണ്. അത്രയ്ക്കൊന്നും പഴികേറേണ്ട ഒരു മേഖലയല്ല സിനിമ. അത് വളരെ വ്യക്തമാണ്. അത്രയ്ക്ക് പഴികേറേണ്ട മേഖലയൊന്നുമല്ല. നമ്മുടെ യുവാക്കളും മുൻകാല നമ്മുടെ നടീനടന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ സിനിമ വളരെ മറ്റേതൊരു മേഖലയിലുള്ള മോശമായ പ്രവർത്തനങ്ങൾക്കൊപ്പം അല്ലാതെ അതിൽ കൂടുതലൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷെ സിനിമയാകുമ്പോൾ ജനം പ്രതികരിക്കും. കാരണം അവരുടെ ഏറ്റവും വലിയ അവർ ആരാധിക്കുന്ന നടീനടന്മാരുടെ ഭാഗത്തുനിന്നും അല്ലാത്തവരുടെ ഭാഗത്തുനിന്നും തെറ്റുകൾ വരുമ്പോൾ അവർ പ്രവർത്തിക്കും. അവർ ഓഡിറ്റ് ചെയ്യും. അവരുടെ ഓഡിറ്റിങ്ങിന് വിധേയമാകത്തക്ക രീതിയിലുള്ള ഒരു നല്ല സംഘടനയായിട്ട് അത് മുന്നോട്ട് വരട്ടെ. ബഹുമാനപ്പെട്ട മോഹൻലാലിനെ പോലുള്ളവർ ഇന്ന് പ്രകടിപ്പിച്ച അല്ലെങ്കിൽ അദ്ദേഹം പ്രകടിപ്പിച്ചതായിട്ട് വാർത്തകൾ വരുന്നതനുസരിച്ചാണെന്നൊരു വിഷമം തോന്നുന്നു. അനശ്വരനായ അദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാരെ, മമ്മൂട്ടിയെ പോലുള്ള കലാകാരന്മാരെല്ലാം കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സംശയത്തിന് നിഴലിലായിരുന്നു. അതുകൊണ്ട് അതിനൊരു മാറ്റം വരും.